സോ ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഞാനിപ്പോൾ ഇതേ ഗെയിമർ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു പുതിയ വീഡിയോ ആണ്. ഞാൻ ഇന്ന് എത്തിയിരിക്കുന്നത് മൈൻക്രാഫ്റ്റിന്റെ ഷെയ്ഡേഴ്സിന്റെ ഒരു സെക്കൻഡ് പാർട്ടുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. നമ്മൾ ലാസ്റ്റ് പാർട്ടിൽ നമ്മളൊരു 4 ഷെയ്ഡേഴ്സ് പരിചയപ്പെട്ടു. ഇന്ന് നമ്മൾ അങ്ങനെ 2-3 പരിചയപ്പെടും. അപ്പം നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോവാം. വീഡിയോ കാണുന്ന ലൈക്ക് ചെയ്താൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ ചെയ്യുക. ആൻഡ് ഷെയ്ഡേഴ്സ് ഇപ്പം കണ്ടിരിക്കുന്ന ഷെയ്ഡേഴ്സ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അല്ലെങ്കിൽ മാക്സിമം അതിന് മുമ്പത്തെ ഷെയ്ഡേഴ്സ് കാണുക. അതായത് ഞാൻ മൺഡേ ലിറ്ററലി പറയുകയാണെങ്കിൽ ഒരു 4 ദിവസം മുമ്പ് ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട്. അത് കാണാത്ത പോയി കാണുക. അതെന്ന് പറഞ്ഞാൽ നമ്മൾ ഇതേപോലത്തെ തന്നെ, അതായത് കുറച്ചും കൂടെ ബെസ്റ്റ് ആക്കിയുള്ള ഒരു സിസ്റ്റംസിൻ്റെ എന്താ പറയുക, കുറച്ചും കൂടെ നല്ലൊരു രീതിയിലുള്ള ഷെയ്ഡേഴ്സൊക്കെയാണ് ഞാൻ കഴിഞ്ഞ ദിവസം പരിചയപ്പെടുത്തിയത്. അപ്പം അത് കാണുക. അപ്പം എന്താ, നമുക്ക് ഇന്നത്തെ വീഡിയോ തുടങ്ങാം. സോ അപ്പം ഞാൻ ഇന്നത്തെ വീഡിയോയ്ക്ക് അത് 3 എടുത്ത് വെച്ചിരിക്കുന്നത്. അപ്പം നമുക്ക് ആദ്യത്തെ അങ്ങോട്ട് ഇട്ടിട്ട് വരാം. ഓക്കെ, അങ്ങനെ നമ്മുടെ ആദ്യത്തെ ഷെയ്ഡ് ഇട്ട് കഴിഞ്ഞു. ആദ്യത്തെ ഷെയ്ഡിൻ്റെ പേരാണ് പൊട്ടറ്റോ എന്നാണ് ഈ ഷെയ്ഡിൻ്റെ പേര്. ഇത് ഓക്കെ, എന്തോ അണ്ടർഗ്രൗണ്ട് ബിൽഡിംഗ് ഒക്കെയാണിത്. ഓക്കെ, നമുക്കത് പിന്നെ നോക്കാം. നമ്മുടെ ആദ്യത്തെ ഷെയ്ഡ് നമ്മൾ ഇട്ട് കഴിഞ്ഞിട്ടുണ്ട്. അതിൻ്റെ പേര് പൊട്ടറ്റോ എന്ന് തന്നെയാണ്, പൊട്ടറ്റോ ഷെയ്ഡ് എന്നാണ് എൻ്റെ പേര്. ആൻഡ് ഇതിൻ്റെ ഏതെങ്കിലുമൊക്കെ ഒരു ഷെയ്ഡ് വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് എനിക്കൊന്ന് ഇൻസ്റ്റാഗ്രാമിൽ കൂടെ മെസ്സേജ് അയച്ചാൽ മതി. നിങ്ങൾക്ക് ഈ ഇത് ഗെയിമർ സെർച്ച് ചെയ്ത് നിങ്ങൾക്ക് വീഡിയോ ചാനൽ എൻ്റെ ഇൻസ്റ്റാഗ്രാം പേജ് കിട്ടും. ജസ്റ്റ് പറ്റുവാണെങ്കിൽ ഒന്ന് ഫോളോ ചെയ്തേക്ക്. ഞാൻ അതിനകത്താണ് ഇപ്പോൾ നമ്മൾ വീഡിയോസൊക്കെ ഇടുന്നതിൻ്റെയൊക്കെ എല്ലാ അപ്ഡേറ്റും ഞാൻ അതിനകത്താണ് തരുന്നത്. അപ്പം നമുക്ക് നമ്മുടെ ഷെയ്ഡിനെ കുറിച്ച് പറയാം. ഷെയ്ഡിനെ കുറിച്ച് പറയുവാണെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് വലിയ മാറ്റമൊന്നും ഇവിടെ ഇല്ല. ബിക്കോസ് ഇവിടെ ഇച്ചിരി കൂടെ ടെക്സ്ചർ കൂടി, ടെക്സ്ചറിൻ്റെ ഇത് മാറിയാലും വെള്ളത്തിൻ്റെ ഒരു ഫിസിക്സ് വന്നു. അതുപോലെ തന്നെ ഇതിൻ്റെ അകത്തെന്ന് പറയുമ്പോൾ നമ്മൾ വെള്ളത്തിനകത്ത് കയറി പോകുന്ന പോലെ തന്നെയാണ്. അതായത് ലൈറ്റ് മാറുന്നതും ഒക്കെ അങ്ങനത്തെയാണ്. അതുപോലെ നമ്മുടെ ഈ കണ്ണിൻ്റെ ഇതും വ്യത്യാസമുണ്ട്. വെള്ളത്തിൻ്റെ അടിയിലൊക്കെ പോകുന്നതോറും നമ്മുടെ കണ്ണിൻ്റെ കാഴ്ച മങ്ങുന്ന പോലെ തന്നെയാണ് ഇത് ഇപ്രാവശ്യം ഇവിടെ. പിന്നെ പറയാനാണെങ്കിൽ FPS, അതെ നമ്മുടെ എല്ലാം നമ്മൾ മെയിനായിട്ട് നമ്മൾ നോക്കുന്ന FPS ആണ്. പിന്നെ ഞാനിവിടെ നിൽക്കട്ടെ. ഓക്കെ, ഇവിടെ നിൽക്കാം. ഞാൻ FPS ആദ്യം കാണിച്ചു തരാം. അയ്യോ ഓക്കെ, ഇപ്പം എനിക്ക് 120, 112 കിട്ടുന്നുണ്ട്. ബിക്കോസ് ഞാനിപ്പം 200 FPS അങ്ങാണ്ടാണ് ഞാൻ വെച്ചിരിക്കുന്നത് നോക്കുന്നത്. അല്ല, അൺലിമിറ്റഡ് ആണ്, മാക്സിമം ഫ്രെയിം അൺലിമിറ്റഡ് ആണ് വെച്ചിരിക്കുന്നത്. അപ്പം എനിക്ക് എന്നിട്ട് 100, 123 FPS എനിക്ക് കിട്ടും. പക്ഷേ ഇത് വലിയൊരു രീതിയാണെന്ന് ഞാൻ ഒരിക്കലും പറയത്തില്ല. ബിക്കോസ് ഞാനിപ്പം നിങ്ങൾ ഈ 123 കാണുന്നതേ ഉള്ളൂ. ഞാൻ റെക്കോർഡ് ചെയ്യാതെ ചുമ്മാ ഇരുന്ന് കളിക്കുവാണെങ്കിൽ എനിക്കൊരു 140 കംപ്ലീറ്റ് കിട്ടും. പിന്നെ ഞാൻ ഈ ഇങ്ങനത്തെ ഒരു സ്പീഡിൽ പോകുന്ന കാരണമാണ് ഇപ്പോൾ ഇതിനകത്ത് നിങ്ങൾക്ക് FPS ഒന്നും കാണാത്തത്, വലിയ FPS കിട്ടാത്തത്. പക്ഷേ ഞാൻ പറയാമല്ലോ, നിങ്ങളൊരു നോർമൽ FPS, നോർമൽ ഗെയിം നോർമൽ ലാപ്പിൽ കളിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ എന്താ പറയുക, ഒരു നല്ലൊരു രീതിയിലുള്ള ലാപ്പിൽ കളിക്കുകയാണെങ്കിൽ അത്യാവശ്യം ഒരു 100, 170 മിനിമം കിട്ടും. അതെൻ്റെ ഉറപ്പാണ്. അപ്പോൾ നമുക്ക് നമ്മുടെ അടുത്ത ഷെയ്ഡിലേക്ക് പോകാം. ഇതിൻ്റെ പേര് മറക്കണ്ട, പൊട്ടറ്റോ ഷെയ്ഡ് എന്നാണ് എൻ്റെ പേര്. നമ്മുടെ ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ ജസ്റ്റ് എനിക്ക് മെസ്സേജ് അയക്കുക. അപ്പോൾ നമ്മുടെ അടുത്ത ഷെയ്ഡിലേക്ക് നമുക്ക് എന്തായാലും പോയേക്കാം. ഓക്കെ, നമ്മളങ്ങനെ നമ്മുടെ അടുത്ത ഷെയ്ഡിലേക്ക് നമ്മളെത്തി. നമ്മുടെ അടുത്ത ഷെയ്ഡിൻ്റെ പേര് എന്ന് പറയുന്നത് ടീ ഷെയ്ഡർ എന്നാണ് ഇതിൻ്റെ പേര്. ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ കളറിങ്ങും ആ ഒരു ഫാസ്റ്റ്നെസ്സും കൊണ്ടായിരിക്കണം ഇതിന് ടീ ഷെയ്ഡിന് പേരിട്ടത്. പിന്നെ അത്യാവശ്യം നല്ല രീതിയിലുള്ള ക്വാളിറ്റിയൊക്കെ ഇതിന് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. സ്റ്റിൽ ഇതിനകത്ത് വെള്ളത്തിൻ്റെ അകത്തുള്ള ആ ഒരു ക്വാളിറ്റി ഓഫ് മറ്റേ വെള്ളത്തിൻ്റെ ഫിസിക്സ്, അതുപോലെ താഴ്ന്നതോറും ഇതിന് പക്ഷേ കണ്ണേ മങ്ങുന്നില്ല. ശരിക്കും പറഞ്ഞാൽ നല്ലൊരു പരിപാടിയാണ്. പക്ഷേ ഒരു ഒറിജിനാലിറ്റി ഫീൽ ചെയ്യണമെങ്കിൽ അകത്തേക്ക് പോകുന്നതോറും മങ്ങി പോകണം. അകത്തേക്ക് പോകുന്നതോറുന്നല്ല, എങ്ങനെയാണല്ലോ മങ്ങി പോകണം, എന്നാലേ ഒരു ഒറിജിനാലിറ്റി കിട്ടുള്ളൂ. അപ്പം ഇതിൻ്റെ വെള്ളത്തിൻ്റെ കാര്യം എനിക്ക് ഇതിനൊന്നും പറയില്ല. കാരണം ഇതിനകത്ത് എനിക്ക് ഇച്ചിരി ഇതായിട്ടാണ് തോന്നുന്നത്. വെള്ളം നോർമലി ഒരു ഒറിജിനാലിറ്റിക്ക് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മറ്റേതൊക്കെ ചൂസ് ചെയ്യാം. വാനിലാണേലും ഏതാണെന്ന് ചൂസ് ചെയ്യാം നിങ്ങൾക്ക്. അങ്ങനെ ഞാൻ ഇന്നതെന്ന് പറഞ്ഞില്ല. പക്ഷേ ഇതിൻ്റെ അത്യാവശ്യം നല്ലൊരു ഷെയ്ഡറാണ്. ഇത് നിങ്ങൾക്ക് കാണുമ്പോൾ ഷെയ്ഡ് ഇട്ടായിട്ട് തോന്നത്തില്ല. ബിക്കോസ് ഇതിനകത്ത് അതാണ് ഞാനിപ്പോൾ എടുത്തിരുന്ന എല്ലാത്തിൻ്റെ പ്രത്യേകത. അതാണ്, നമ്മൾ ഷെയ്ഡ് എടുത്തായിട്ട് നിങ്ങൾക്ക് തോന്നില്ല. പക്ഷേ നിങ്ങൾക്ക് എൻ്റെ FPS കണ്ടാൽ മനസ്സിലാവും. FPSനകത്ത് ഞാൻ ചുമ്മാ ഒന്ന് ഇവിടെ നിൽക്കട്ടെ, നിങ്ങളില്ലെങ്കിൽ ഞാൻ കള്ളം പറഞ്ഞായിരിക്കും. എനിക്കിപ്പോൾ ഞാൻ ഇവിടെ വെറുതെ നിൽക്കുമ്പോൾ എനിക്ക് 220, 30, 31, 30 FPS, 231 FPS, 32 FPS അങ്ങനെ നമ്മൾ കയറി പോയിക്കൊണ്ടിരിക്കുക. അങ്ങനെ ഇതൊരു സ്പീഡിൽ നമ്മളിങ്ങനെ ഓടുമ്പോഴും ഒരു 200 മുകളിൽ എന്തായാലും നിൽക്കുന്നുണ്ട്. 190, 200 ആ ഒരു ഇത് നിൽക്കുന്നുണ്ട്. പിന്നെ എന്തെങ്കിലുമൊക്കെ അടിക്കുമ്പോഴോ അങ്ങനെ അതൊന്നും വലിയ പ്രശ്നമൊന്നുമില്ല.
അതൊന്ന് വലിയ കുഴപ്പമൊന്നുമില്ല. പിന്നെ അത് ബേസിലേക്ക് നമ്മളിങ്ങനെ ഓടിപ്പോകുമ്പോഴും 180ക്ക് മുകളിൽ നിൽക്കുന്നുണ്ട് അപ്പോഴും. അപ്പം അതിൻ്റെ വലിയ സീനില്ല. അതാണ് ഇതിൻ്റെ പ്രത്യേകത. ഇതിനകത്ത് വെച്ചാൽ നമ്മൾ നോർമലി ഉള്ള FPS കുറച്ചും കൂടെ ബൂസ്റ്റ് ചെയ്ത് നമുക്കുള്ള നമ്മുടെ ഈ ടെക്സ്ചർ ക്വാളിറ്റീനെ ഇച്ചിരി കൂടെ ബ്രൈറ്റ് ചെയ്തിട്ട് എൻഹാൻസ് ചെയ്തൊരു റീഇമേജ്ഡ് സാധനമാണ് നമുക്ക് ഇതിനകത്ത് തരുന്നത്. നിങ്ങൾക്ക് ഞാനിപ്പോൾ വെയിറ്റ് ചെയ്യും, ഞാൻ നിങ്ങൾക്ക് നോർമൽ ഡിഫോൾട്ട് ആയിട്ടുള്ള കാണിച്ചു തരാം. വെയിറ്റ്. ഓക്കെ, ഇതാണ് ഡിഫോൾട്ട് ആയിട്ടുള്ള നമ്മുടെ ഷെയ്ഡർ പാക്ക് എന്ന് പറയുന്നത്. ഷെയ്ഡർ പാക്ക് ഇല്ലാത്ത നമ്മുടെ വേൾഡ് എന്ന് പറയുന്നത്. ഞാനത് കാണുമ്പോൾ മനസ്സിലാവും ഒരു ക്വാളിറ്റിലെസ്സും എല്ലാം ഉണ്ട്. ഇങ്ങനെ പയ്യെ വേറെ ടൈപ്പ് ഓഫ് ക്വാളിറ്റീസാണ് ഇതിനകത്തുള്ളത്. അത് ഇതും കൂടെ നിങ്ങൾ കമ്പയർ ചെയ്ത് നോക്കുക. ഇതാണ് എൻ്റെ വ്യത്യാസം. ലൈക്ക് ഇതിൻ്റെ പിന്നെ ഒരു വ്യത്യാസം എന്ന് പറയുന്നത് ഐ തിങ്ക് ഇതിന് ഇലക്കെന്തോ ആട്ടമൊക്കെ ഇല്ലേ? യെസ് ഉണ്ട്, ഇലക്കാട്ടം ഉണ്ട്. ദിസ് ഇസ് ദ ബ്ലോക്ക്. ആൻഡ് ഇതിൻ്റെ ഈ ഇലയുടെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇതൊരു സെൻറ്റർ പോയിന്റ് ആയിട്ട് വച്ചിട്ട് ഇതിൻ്റെ താഴത്തോട്ട് ഈ ഒരു ഇലയുടെ ഇവിടെയൊക്കെ നിങ്ങൾക്ക് നോക്കി കഴിഞ്ഞാൽ മനസ്സിലാവും നല്ല രീതിയിലുള്ള ഒരു ആട്ടമൊക്കെയാണ് ഇതിനകത്തുള്ളത്. അതാണ് ഇതിൻ്റെ പ്രത്യേകത. അപ്പം നമ്മുടെ ഷെയ്ഡിലേക്ക് പോകാം. അടുത്ത നമ്മുടെ ലാസ്റ്റ് ഷെയ്ഡറാണ്. ലാസ്റ്റ് ഷെയ്ഡർ എന്ന് വെച്ചാൽ ലിറ്ററലി ഇതാണ് നമ്മൾ അവസാനം എടുക്കുന്ന ഷെയ്ഡർ. ലൈക്ക് എനിക്ക് ഇഷ്ടപ്പെട്ടതിനകത്ത് ഞാൻ യൂസ് ചെയ്തതിനകത്തും അവസാനത്തെ എൻ്റെ ബെസ്റ്റ് ഷെയ്ഡർ എന്ന് പറഞ്ഞാൽ ഇതാണ്. ആൻഡ് വിത്തിൻ അതിപ്പോൾ ഒരു 3, 2, 1 ഓക്കെ, അത് നമ്മുടെ ഷെയ്ഡർ എടുത്തിരിക്കുകയാണ്. ഇത് എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾ നോർമലി ഉള്ളൊരു എനിക്ക് ഏത് ലാപ്പിലോ അല്ലെങ്കിൽ 2002 ഞാനിങ്ങനെ യൂസ് ചെയ്തൊരു ലാപ്പുണ്ട്, 2010 ലാപ്പ്. അതിന് ഞാൻ ഇതുപോലത്തെ ഒരു സാധനം ഇട്ടാണ് ഞാൻ കളിച്ചത്. എനിക്ക് സെയിം ഇതാണ്. ആൻഡ് നിങ്ങൾക്ക് ഇവിടെ എൻ്റെ FPS കാണിച്ചു തരാം. സ്റ്റിൽ എനിക്കൊരു 204 മുകളിലുണ്ട്. പിന്നെ നിങ്ങൾക്ക് എൻ്റെ നിങ്ങൾ പറയേണ്ട, എൻ്റെ ചിലപ്പോൾ എൻ്റെ അത്യാവശ്യം ഗ്രാഫിക്സ് ഉള്ളവരാണ്. എന്നാലും ഞാൻ ഒരു ഉറപ്പ് പറയാം, നിങ്ങൾക്ക് ഈ യോ FPS എന്നാണ് പേര് കേട്ടോ, YO FPS എന്നാണ് എൻ്റെ പേര്. ഇത് ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മിനിമം നിങ്ങൾക്കൊരു 100 FPS മുകളിൽ എന്തായാലും കിട്ടും. അത് ഏത് PC ആണെങ്കിലും അല്ലെങ്കിൽ ഏതൊരു ലാപ്ടോപ്പ് ആണെങ്കിലും എനിക്ക് 100% ഉറപ്പാണ്. ഇതിൻ്റെ ആവശ്യമുണ്ടെങ്കിൽ ജസ്റ്റ് എനിക്ക് മെസ്സേജ് ചെയ്താൽ ഞാൻ നിങ്ങൾക്ക് ഫയൽ അയച്ചു തരും. ഇപ്പം പറഞ്ഞിരുന്ന 7 എണ്ണത്തിന് ഞാൻ ഫയൽ അയച്ചു തരുന്നതായിരിക്കും. എനിക്ക് ഇതാണ് ഇച്ചിരി കൂടെ ബെറ്റർ ആയിട്ട് തോന്നുന്നത്. ഇതും സൂപ്പർ ഡൂപ്പർ വാനില, അതുപോലെ തന്നെ മറ്റേതും നമ്മുടെ ഉണ്ടായിരുന്നത്. എനിക്ക് പിന്നെ മേക്കപ്പ് എനിക്ക് ഇഷ്ടമായിരുന്നു. പക്ഷെ എനിക്ക് ഇതിൻ്റെ കുറച്ചും കൂടെ ഇൻ ഡീറ്റെയിൽ ആയിട്ട് അറിഞ്ഞപ്പോൾ എനിക്കത് അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടില്ല. അപ്പം ഇപ്പം എൻ്റെ ഇഷ്ടത്തിനകത്ത് കിടക്കുന്നതെന്ന് വെച്ചാൽ സൂപ്പർ ഡൂപ്പർ വാനിലും UFPS ആണ്. പിന്നെ ഷെയ്ഡേഴ്സ് കുഴപ്പമില്ലാത്ത ഡീസൻറ്റ് സാധനമാണ്. എനിക്കിപ്പോൾ ഇതിനകത്ത് എൻ്റെത് 200 കിട്ടും ഷെയ്ഡർ ഇത് UFPS എന്ന സംഭവം. പിന്നെ എൻ്റെ ലാപ്പ് ഞാൻ ഫുൾ ടൈം യൂസിലാണ്. അത് കാരണമാണ് നല്ല ഹീറ്റ് ഉണ്ട് ലാപ്പിനുണ്ട്, ഇപ്പോഴേ ഉണ്ട്. ഇതിന് മുകളിലൊരു ദോശയൊക്കെ മറ്റേ മുട്ടയൊക്കെ പൊട്ടിച്ച് ചോദിച്ചാൽ ഉറപ്പായിട്ടും നമുക്കൊരു ബുൾസാക്കിയിട്ട് തരാം. അപ്പം നമുക്ക് നമ്മുടെ പരിപാടി ഇങ്ങനെ അവസാനിപ്പിച്ചേക്കാം. സോ ഇതൊക്കെയായിരുന്നു എൻ്റെ കയ്യിലുണ്ടായിരുന്ന കുറച്ച് എനിക്ക് ഇഷ്ടമുള്ള, എന്നാൽ എനിക്ക് നിങ്ങൾക്കും കൂടെ അത് പറഞ്ഞു തരാൻ പറ്റിയൊരു നല്ലൊരു ഷെയ്ഡർ പാക്കൊക്കെ എന്ന് പറഞ്ഞ് ഇതൊക്കെയായിരുന്നു. എന്തായാലും ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ ഇനേബിൾ ചെയ്യുക. അതുപോലെ നിങ്ങളുടെ കൂട്ടുകാരും കൊണ്ട് വീഡിയോ ഷെയർ ചെയ്യുക. എൻ്റെ ഒരു ആഗ്രഹം എന്ന് വെച്ചാൽ ഈ ഒരു ഡിസംബറിനുള്ളിൽ നമ്മൾ 500 സബ്സ്ക്രൈബേഴ്സ് ആകുക എന്നാണ്. ആയില്ലെങ്കിലും കുഴപ്പമില്ല, ഞാൻ അതിനുവേണ്ടി ശ്രമിക്കും. അപ്പോൾ അത്രേ ഉള്ളൂ. വിത്ത് ദാറ്റ് ബീയിങ് സെഡ്, EP the gamer signing off. Peace out. I will see you on the next video. Bye.